ആലപ്പുഴ ആര്യാട് പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട്. ഒരേ വീട്ടിൽ 3 മതസ്ഥരായുള്ളത് 16 വോട്ടർമാർ. ഇരട്ട വോട്ട് 2 വാർഡുകളിൽ പരിശോധിച്ചപ്പോൾ 9-ാം വാർഡിൽ 7 പേർക്കും 11-ാം വാർഡിൽ 2 പേർക്കും ഇരട്ട വോട്ടുകൾ കണ്ടെത്തി. അതേസമയം പിശക് പരിഹരിക്കാൻ BJP പ്രവർത്തകർ നടത്തിയ ശ്രമം അട്ടിമറിച്ചതായും പരാതിയുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ആര്യാട് പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിലാണ് വ്യാപക ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത്. 4-ാം വാർഡിൽ 453-ാം നമ്പർ വീട്ടിൽ മാത്രം 3 മതസ്ഥരിൽപ്പെട്ട 16 പേരാണ് വോട്ടർ പട്ടികയിൽ ഇടം നേടിയത്. ഈ വീട്ടിൽ അർഹരായ വോട്ടർമാർ 4 പേർ മാത്രമാണ്. വോട്ടർ പട്ടികയിൽ ഒരേ ബൂത്തിൽ ഒരു വോട്ടർ പട്ടികയിൽ 2ഉം 3ഉം സെയിം ആൾ തന്നെ മൂന്ന് വോട്ടവകാശമാണുള്ളത്. അതുകൂടാതെ പിന്നീട് നമ്മൾ ഓരോ വോട്ടർ പട്ടികയിലും നമ്മൾ തിരഞ്ഞു വരുന്ന സമയത്ത് കാണപ്പെടാനായിട്ട് ഏറ്റവും വലിയ അതിശയകരമായ കാര്യം ഒരു വീട്ടു നമ്പറിൽ 16 വോട്ടുകളാണ് ഒരു വീട്ടു നമ്പറിലുള്ളത്. 16 വോട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വോട്ടർ പട്ടിക വിശദമായി പഠിച്ചതിൻ്റെ പ്രകാരം ഒരു വീട്ടു നമ്പറിൽ 16 പേരെയാണ് ഒരു വീട്ടു നമ്പറിൽ ചേർത്തിരിക്കുന്നത്. 9, 11 വാർഡുകളിലെ ഇരട്ട വോട്ടുകൾ പരിശോധിച്ചപ്പോൾ 9-ാം വാർഡിൽ 7ഉം 11-ാം വാർഡിൽ 2ഉം ഇരട്ട വോട്ടുകൾ ഉള്ളതായും കണ്ടെത്തി. ഇപ്പോഴത്തെ ഭരണകർത്താക്കൾക്ക് പരമാവധി വോട്ട് ലഭിക്കുന്നതിന് ഏതെല്ലാം തരത്തിൽ ആളുകളെ എങ്ങനെയൊക്കെ തിരികെ കയറ്റാം, ആ രീതിയിലൊക്കെ തിരികെ കയറ്റിക്കൊണ്ട് അവർക്ക് നിലവിലുള്ള ഭരണം തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത വോട്ടുകൾ ഡബിളിംഗ് ആയും ട്രിപ്പിളായും എന്തിനേറെ സ്ഥലത്ത് പോലും ഇല്ലാത്തതും മരിച്ചുപോയിട്ടുള്ളവർക്ക് പോലും പുതുതായിട്ട് ഈ കരട് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ ഉണ്ടാക്കിയിട്ടുള്ള ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി പരിഹാരം തേടാനുള്ള പഞ്ചായത്തിലെ BJP പ്രവർത്തകരുടെ ശ്രമം ഉദ്യോഗസ്ഥർ തന്നെ അട്ടിമറിച്ചെന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. വ്യാജമാണെന്നൊരു രേഖ കൈവശം വെച്ച് സൂക്ഷിച്ചിട്ട് ഇത്രയും നാളായിട്ട് ആരും നോക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ക്രിമിനൽ ഒഫൻസാണ്. അപ്പോൾ ഈ ഇത്തരം ഇരട്ട അടിയേറ്റത്തിലുള്ള ആൾക്കാർക്കെതിരെ ഒരു ക്രിമിനൽ നടപടികൾ എടുക്കണമെന്നുള്ളതാണ് നമുക്കിപ്പം കമ്മീഷനോട് പറയാനുള്ളത്. അതാണ് ഒരു മെയിനായിട്ടുള്ള ആവശ്യം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇരിക്കുന്ന ഒരു രേഖ അത് വ്യാജമാണെന്ന് അറിയാമായിട്ടും അത് സൂക്ഷിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് പഞ്ചായത്ത് അതിർക്ക് അറിയാം. പക്ഷേ അവരാരും നിരക്കിൽ അതൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് അവരാരും ചോദിച്ചെത്തില്ല. ആ മേഖലയിലോട്ട് കയറുന്നില്ലെന്നാണ് പറയാനുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ലക്ഷ്യം വെച്ച് ഇടതുപക്ഷം വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തുന്നു എന്ന പരാതി ശരിവയ്ക്കുന്നതാണ് ആര്യാട് പഞ്ചായത്തിൽ ഏതാനും വാർഡിലെ വോട്ടർ പട്ടിക പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത്. ജനം, ആലപ്പുഴ.